ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, ചർച്ച ഇപ്പോഴും തുടരുകയാണ് അല്ലേ? അത് ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ഒരു അമ്മ ഉച്ചയ്ക്ക് 2 മണി മുതൽ ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. പക്ഷേ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അല്പസമയം മുമ്പായി ഫിഷറീസ് അധികൃതർ പറഞ്ഞൊരു വാക്ക് അതാണ് അമ്മയെ വല്ലാതെ പ്രകോപിപ്പിച്ചത്. അവർ പറഞ്ഞു, എനിക്ക് വിഷമം ഉണ്ടായിട്ടില്ലെന്ന് അവർ പറഞ്ഞു ആ വാക്ക് കേട്ടപ്പോൾ. അതായത്, നിങ്ങൾ ഇത്രയും നേരം ഡിമാൻഡ് ചെയ്തില്ലല്ലോ, ഇത്രയും സമയം ഡിമാൻഡ് ചെയ്തില്ലല്ലോ എന്നാണ് ആ ഫിഷറീസിലെ ഉദ്യോഗസ്ഥ പറയുന്നത്. സ്വന്തം ഭർത്താവിനെയും പിതാവിനെയും ഒപ്പം തന്നെ മകനെ കാണാനില്ല, അങ്ങനെ വൈകാരികമായി നിൽക്കുന്ന, വേദനയിൽ നിൽക്കുന്ന ഒരു അമ്മയോടാണ് ഒരു ഉദ്യോഗസ്ഥ പറയുന്നത്, നിങ്ങൾ ഇത്രയും കാലം ഡിമാൻഡ് ചെയ്തില്ലല്ലോ, ഇപ്പോൾ ആവശ്യപ്പെട്ടു, ഇനി ഞങ്ങൾ തെരച്ചിൽ നടത്താം, വിപുലമായ തെരച്ചിൽ നടത്താമെന്ന് പറയുന്നത്. ആ വാക്കാണ് അവരെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചത്. അവർ ഇങ്ങോട്ടേക്ക് ഒരു നീതി തേടിയാണ് ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ, നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ. ഇങ്ങോട്ടേക്കാണ് അമ്മ നീതി തേടി എത്തിയത്. ഇവിടെ കൊല്ലം ACP ഉൾപ്പെടെയുള്ള ആളുകളുടെ വാഹനങ്ങളുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് അവർ ഇടപെട്ടു എന്ന് ആ അമ്മ ഈ ചർച്ചയുടെ ഇടയിൽ തന്നെ, ഇല്ലെങ്കിൽ പ്രതികരണങ്ങളിലൊക്കെ തന്നെ പറയുന്നുണ്ട്. അവർ അവസാനം ഈ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യമേ തിരിഞ്ഞു നോക്കില്ലെന്ന് അവർ പറഞ്ഞു. പിന്നീട് അവർ എത്തിയപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ അത് വലിയ പ്രകോപനപരമായെന്നും ആ അമ്മ പറയുന്നുണ്ട്. അവർക്ക് ആ വാക്കുകളിൽ വിഷമമല്ല ഉണ്ടായത്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു സ്ത്രീക്ക് ഭർത്താവും അച്ഛനും മകനെ കാണാനില്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീ സ്റ്റേഷന് മുന്നിൽ പായ വെച്ചിരിക്കുകയാണ്. സമരം ചെയ്യാനാണ് പായ വിരിച്ചിരിക്കുന്നത്. ഇവിടെ ഇത്രയൊക്കെ സംവിധാനം ഉണ്ടെന്ന് പറയുമ്പോഴും കേരളത്തിൻ്റെ സൈന്യമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന കേരളത്തിൽ ആ സൈന്യത്തിൻ്റെ പ്പെട്ട ഒരാളുടെ മാതാവ്, ഇല്ലെങ്കിൽ ഒരാളുടെ ഭാര്യ, ഇല്ലെങ്കിൽ ഒരാളുടെ മകൾ, അവർക്കാണ് ഇവിടെ ഇങ്ങനെ വന്ന് കുത്തിയിരുന്ന് സമരം ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. അതായത്, ഭരണഘടനാപരമായി ഒരു പൗരനെ കടലിൽ കാണാതായില്ലെങ്കിൽ എവിടെ കാണാതായാലും അന്വേഷിക്കേണ്ടത് സംവിധാനത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. അല്ലാതെ ആവശ്യപ്പെട്ടാലേ അന്വേഷിക്കുമെന്നൊക്കെ ആ അമ്മയ്ക്ക് കേൾക്കേണ്ടിയും വരുന്നു. കൂടുതൽ തിരച്ചിലിന് വേണ്ടി, ഈ കാര്യം വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ പരാതിയായി വരേണ്ടി വരുന്നു. പിന്നീട് ചർച്ച നടത്തി അന്വേഷണം നടത്തേണ്ട ഒരു ഗതികേട് ഒരു അമ്മയ്ക്കുണ്ടാകുന്നു. അത് വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. നമുക്കതിനെ എങ്ങനെ പറയണമെന്നറിയില്ല. അത്രമാത്രം വേദനയോടുകൂടിയാണ് ആ അമ്മ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നെത്തിയത്. 2 മണിക്കാണ് ഇവരോട് എത്തിയത്. ആദ്യഘട്ടത്തിൽ ഒരു ചർച്ച നടത്തി പരാതി പറഞ്ഞ് പോകാൻ വന്നൊരു അമ്മയാണ്. പിന്നീട് വിപുലമായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നടന്നു. പക്ഷേ ആ ചർച്ചയ്ക്കിടയിൽ ഫിഷറീസ് വകുപ്പിൽ ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞ വാക്ക്, ആ വാക്കാണ് അമ്മയെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. വിഷമം ഉണ്ടായില്ലെന്ന് അവർ പറയുന്നുണ്ട്. കാരണം എന്തും നേരിടാനുള്ള ഒരു ധൈര്യത്തോടു കൂടി തന്നെയാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തിയത്. കുടുംബത്തിലെ 3 പേരെ കുറിച്ചുള്ള വേദനകളാണ് മനസ്സു നിറയെ. അച്ഛനെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ആകെയുള്ളൊരു മകനാണ്, ഇനി ബാക്കിയുള്ളൊരു മകനാണ്. മകനെ കുറിച്ചുകൂടി വിവരങ്ങൾ വേണം, അവനെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് 8ാമത്തെ ദിവസം അനങ്ങാതിരിക്കുന്ന സിസ്റ്റത്തിന് മുന്നിലേക്ക് വന്ന് കുത്തിയിരിക്കാൻ ഒരു അമ്മ തയ്യാറായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവർക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകണം. അവർക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ സംവിധാനം പ്രവർത്തിക്കണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.